ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ വനിതാ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ ആമി സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. വൈകുന്നേരമാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക്, അതായത് മൺഡേ ഞാൻ പറയാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും സാധനം കൂടി എടുത്തിട്ടാണ് കേട്ടോ വന്നത്. കുറച്ച് ഗ്രോസറീസൊക്കെ നമ്മൾ മാസം തോറും എടുക്കുമല്ലോ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലാണ്, നല്ല ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ വാട്ടർ മെലനും കൂടി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ബാലൻസ് ഉള്ളത് ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. പാത്രമൊന്നും കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ. പാത്രം എല്ലാം കഴുകി വെക്കണം. അതൊക്കെ ഇനിയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, സ്പെഷ്യലായിട്ട് നമ്മുടെ വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ശരിക്കും ഹോം മേക്കേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി മറക്കാതെ കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യുക. നമ്മളെല്ലാവരും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്നും സ്ത്രീകളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എംപവർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് കുറേയധികം കഴിവുകൾ തന്നാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നതെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചറിഞ്ഞതും കേട്ട് അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും പുരുഷന്മാരെക്കാൾ ഏറെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് പറ്റുമത്രേ. അതായത് മാനസികമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇത് കിട്ടിയിരിക്കുന്നത് പുരുഷന്മാരെക്കാൾ കുറച്ചധികം സ്ത്രീകൾക്കുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ഒരു സ്ത്രീയുടെ ബാല്യകാലം തൊട്ട് അവരുടെ പ്രായമാവുന്ന, അതായത് യൗവനമാണെങ്കിലും വാർദ്ധക്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർ ശരിക്കും അവരുടേതായ രീതിയിൽ കുറേയധികം കടമകൾ നിർവഹിച്ചിട്ട് തന്നെയാണ് അവർ മരണപ്പെടുന്നത് അല്ലേ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പല റോളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ മകളായിട്ടും, അതുപോലെ ഒരു സഹോദരിയായിട്ടും, പിന്നെ കൗമാരത്തിലാണെങ്കിൽ ഒരു കാമുകിയായിട്ടും, കുറച്ചും കൂടി ഒന്ന് മധ്യവയസ്കയാകുമ്പോൾ നമ്മളൊരു ഭാര്യയായിട്ടും, അതുപോലെ നമ്മളൊരു വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒരു പേരക്കുട്ടികളുടെ അമ്മൂമ്മയായിട്ടും, അതായത് മുത്തശ്ശിയായിട്ടും ഒക്കെ നമ്മൾ പല തരത്തിലുള്ള റോളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്, അല്ലാന്നല്ല. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാ റോളുകളും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ളൊരു കപ്പാസിറ്റി കൂടുതലാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. പിന്നെ മാനസികമായുള്ളൊരു കരുത്തും പൊതുവെ സ്ത്രീകൾക്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹോം മേക്കേഴ്സ്, അതായത് വീട്ടമ്മമാർക്ക് കുറച്ചധികം മറ്റുള്ള, അതായത് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. അത് സ്വാഭാവികമാണല്ലേ. കാരണം ഒരു കുടുംബത്തിൻ്റെ വിളക്കെന്ന് പറയുന്നത് തന്നെ ആ കുടുംബത്തിലെ വീട്ടമ്മയാണ്. ആ കുടുംബം മൊത്തത്തിൽ നന്നായി കൊണ്ടുപോകാനായിട്ട് ആ വീട്ടിലെ സ്ത്രീ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പുരുഷന്മാരും വിചാരിക്കണം, രണ്ടുപേരും വിചാരിച്ചാൽ അത്രയും നല്ലത്. എന്നിരുന്നാലും പല കുടുംബങ്ങളിലും പുരുഷന്മാരെക്കാൾ ഏറെ സ്ത്രീകളാണ് കൂടുതൽ റോള് കൈകാര്യം ചെയ്യുന്നതായിട്ട് എനിക്കറിയാം കേട്ടോ. ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ചാണ്. ചിലയിടത്ത് ഹസ്ബൻഡും വൈഫും ഒരുപോലെ കുടുംബം നോക്കാനായിട്ട് പാടുപെടുന്നവരുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളും നമുക്ക് ചുറ്റും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ബേസിക്കായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യമാണ്. മാനസിക ആരോഗ്യം നന്നായിരുന്നാൽ മാത്രമാണ് നമ്മുടെ കുടുംബം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുക, സ്വന്തമായി രണ്ട് കാശുണ്ടാക്കുക എന്നുള്ളതൊക്കെ ഏതൊരു സ്ത്രീയുടെയും, അല്ലെങ്കിൽ ഏതൊരു ബേസിക്കായിട്ടൊരു ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളിപ്പോൾ ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു ഇത് സമ്മതിക്കുന്നില്ല, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. അതിനായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് യൂട്യൂബിൽ പോലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി പഠിക്കാതെ തന്നെ, നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കേക്ക് ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ
തയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് പഠിക്കാം. എല്ലാം നമുക്ക് ഈ ഇൻ്റർനെറ്റ് ഉള്ളവരാണല്ലോ ഇപ്പോൾ എല്ലാവരും. അവർക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമ്മൾ നമ്മുടെ ഉള്ള സൗകര്യത്തിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ഐഡിയാസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊതിച്ചോറോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പാകം ചെയ്ത് വീട്ടിലിരുന്നു കൊണ്ട് അത് വിൽപ്പനയ്ക്ക് കൊടുക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സുഹൃത്തുക്കൾക്ക് ആദ്യം കൊടുത്തു നോക്കുക, പിന്നെ അയൽപ്പക്കക്കാർക്ക്. അങ്ങനെ അതൊരു വലിയ സർക്കിളാക്കി എടുത്തിട്ട് ഒരു വാട്സാപ്പ് പോലെ ഒരു കമ്മ്യൂണിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് പോരാം. പിന്നെ നിങ്ങൾക്ക് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് വളരെ വലുതാണല്ലേ. അപ്പോൾ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ലല്ലേ. നമ്മുടെ കുടുംബവും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം മാനേജ് ചെയ്തുകൊണ്ട്, ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെടികൾ താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ച് ചെടികൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് ഇതുപോലെ തൈകൾ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വിൽപ്പനയ്ക്ക് വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളുടേതായ ഐഡിയയിൽ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായി വരച്ച് ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഫ്രെയിം പോലെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ ആൾക്കാരുടെയും ജീവിത സാഹചര്യം ഒരുപോലെ ആയിരിക്കില്ലല്ലേ. പലർക്കും പല രീതിയിലുള്ള സാഹചര്യമായിരിക്കാം. ചിലർക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ശ്രമിക്കുക. ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല, നിങ്ങളെ അങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിലും യൂട്യൂബ് പോലും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരുപാട് സ്ത്രീകൾ ഉപയോഗപ്പെടുത്തി, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉപയോഗപ്പെടുത്തി അത് നല്ല രീതിയിൽ ഒരു ചാനൽ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഒരു വരുമാനം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിക്കും നിങ്ങൾക്ക് പരിശ്രമിക്കാം. പക്ഷേ സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല യൂട്യൂബിൽ നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത്. വളരെയധികം ക്ഷമയും കഠിനാധ്വാനവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരായിരിക്കാം, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വീട്ടിൽ ജോലിക്ക് വിടുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കളെയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓൺലൈൻ ട്യൂഷൻ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് നിങ്ങളിലുള്ളൊരു കഴിവ് വളർത്തിയെടുത്ത് അത് നിങ്ങൾക്ക് വരുമാന മാർഗ്ഗമായിട്ട് കണ്ടെത്താം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിപ്പോൾ ഇത് പറഞ്ഞു എന്ന് കരുതിയിട്ട് നാളെ തന്നെ എല്ലാവരും കൂടി പോയിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് ജോലിക്ക് പോകണം എന്നുള്ള രീതിയിലല്ല കേട്ടോ പറഞ്ഞത്. നമുക്കൊരു ജോലി എന്ന് പറയുന്നത് ഏതൊരു വീട്ടമ്മയുടെയും സ്വപ്നമാണല്ലേ. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുക, ഒരു രൂപയെങ്കിലും ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടി മേടിക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ളൊരു ഇത് നമ്മൾ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണല്ലേ. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഒരു കഴിവ് വളർത്തിയെടുത്തുകൊണ്ട് അതിൽ നമുക്ക് വരുമാന മാർഗ്ഗം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും കൂടി നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യം, സെൽഫ് ഡെവലപ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സെൽഫ് ഡെവലപ്മെൻറ്റ്, അതായത് ക്യാരക്ടറിലുള്ള കുറേ രൂപമാറ്റങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയിരിക്കണം. നമുക്ക് ബേസിക്കായിട്ട് കുറേയധികം സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കുമല്ലേ. അതായത് നമ്മുടെ പാരൻസിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ നമ്മൾ വളർന്ന ചുറ്റുപാട് വഴിയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടതും കേട്ടതായിട്ടുള്ള പല കാര്യങ്ങളും കുറേ ക്യാരക്ടേഴ്സിൽ നമ്മൾ കുറേ ഒന്ന് ബിഹേവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുവാണെങ്കിൽ തന്നെ നമ്മളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് കേട്ടോ നമ്മൾ വിചാരിക്കേണ്ടത്.
കാരണം നമ്മളിങ്ങനെ എടുത്തുചാട്ടം കാണിക്കാനും അതായത് ബഹളം വെച്ച് സംസാരിക്കാനും അങ്ങനെയൊന്നും നിൽക്കാതെ നമുക്ക് നമ്മുടേതായൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാം. അതിന് നമ്മളെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും ബുക്സ് റീഡിംഗ് ആണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് ബുക്ക് വായിക്കുന്ന ആളൊന്നുമല്ല. ഞാനിപ്പോൾ ഈ അടുത്ത ഇടയ്ക്കാണ് ബുക്സ് വായിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എന്നെക്കാളും ഒരുപാട് വായിക്കുന്നവരൊക്കെ നമ്മുടെ ഈ ചാനലിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ബുക്കുകൾ നമുക്കിപ്പോൾ ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല നല്ല ബുക്കുകൾ നമ്മുടെ അതായത് മാനസിക വളർച്ചയ്ക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനും ആയിട്ടൊക്കെയുള്ള കുറേയധികം ബുക്സ് നമുക്ക് തിരഞ്ഞു പിടിച്ച് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ പുറത്ത് പോയി മേടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വായിക്കുന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്നും ബുക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടം മേടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സെൽഫ് ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പുസ്തകങ്ങൾ ഒരുപാട് സഹായിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചുമ്മാതൊന്ന് യൂട്യൂബിനകത്ത് തന്നെ കയറി നോക്കിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ ക്യാരക്ടർ എങ്ങനെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, വീട്ടമ്മമാരാണെന്ന് കരുതി വീട്ടിലുള്ള പണികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എനിക്ക് പണ്ടേ എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ ലൈഫിൽ. അതിനോടൊപ്പം തന്നെ അത് അൺകോൺഷ്യസ്ലി നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കോൺഷ്യസ്ലി, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. നമ്മുടെ മക്കളെ ആണെങ്കിലും നമ്മുടെ ഫാമിലിയുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും ഒക്കെ അത് ഒരുപാട് നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാത്തിലും ഉപരി നമുക്ക് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. നമുക്ക് ഓരോ അനുഭവങ്ങളാണല്ലേ ഓരോ നിമിഷവും എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്വഭാവ രൂപീകരണത്തിനും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനും ഒക്കെ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ സ്വയം വിചാരിച്ചാലേ പറ്റുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് കെയറും സെൽഫ് ഡെവലപ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിതിന് മുന്നേയും കുറേ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളറിയാതെ ഒരു ദുശ്ശീലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും മാറ്റണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള ചുവടുവയ്പ് ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒന്നിനെയും പേടിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു മനക്കരുത്തും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ തുറന്ന് പറയാനും മറ്റുള്ളവരോട് സംയമനം പാലിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ഒരു വികാരവും അവരുടെ വിഷമവും ഒക്കെ മനസ്സിലാക്കി നമ്മൾ പെരുമാറാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളത് കുടുംബത്തിലെ സ്ത്രീകൾക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീയായി ജനിച്ചതിൽ നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് ഡെയിലി റുട്ടീനും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംസാരത്തിനിടയിൽ ഞാനതൊക്കെ പറയാനായിട്ട് വിട്ടുപോയി. കുറേ ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കമ്പ് എന്ന് പറയും കേട്ടോ. കമ്പ് ദോശയാണ് ഞാനിപ്പോൾ ബാറ്ററാക്കി എടുത്തിട്ടുള്ളത്. കമ്പ് ഞാനിങ്ങനെ സാധനം മേടിച്ചപ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഒരു കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്ന് പറയുന്നത് നമ്മളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ആരോഗ്യം, മക്കളുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും ഒക്കെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടി നമുക്ക് ഈ ഒരു ദിവസം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അല്ലേ. ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് മാളിൽ പോയിട്ടുണ്ടായിരുന്നു. VR മാളിലാണ് പോയത്. അവിടെ പോയപ്പോഴത്തേക്ക് ഇതുവരെ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു എക്സ്പോ പോലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നൈയിലുള്ള കുറച്ച് ടെമ്പിളും ഇവിടുത്തെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമൊക്കെ ഇവരിങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വനിതകളുടെ കുറച്ച് നെയിംസും കാര്യങ്ങളും ഒക്കെയാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തമിഴ്നാടിൻ്റെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള
ഫോട്ടോസിൻ്റെ സെക്ഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും വലിയ തിരക്കില്ലായിരുന്നു, കാരണം ഇതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഉണ്ടോ, ഇതാണെങ്കിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് കുട്ടികൾ ചെയ്തിട്ട് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഫാൻസി ഡ്രസ്സിനൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഫോട്ടോയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മക്കൾക്കൊക്കെ ഇതുപോലെ ഫാൻസി ഡ്രസ്സിന് ഉപകരിക്കും കേട്ടോ. സ്ത്രീകളുടെ വേഷമാണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്, വനിതാ ദിനം ആയതുകൊണ്ട്. പിന്നെ ഇവിടെ താഴെ തന്നെ VR മാളിൽ താഴത്തെ ഫ്ലോറിൽ ഇങ്ങനെ ബുക്കിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പേസ്റ്റ് ബോർഡ് കവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്സ് എടുക്കാം. 600 റുപ്പീസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുക്കാതെ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ബുക്ക് എടുത്തിട്ട്, അപ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് എടുക്കുന്ന കാര്യം കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ്. അപ്പോൾ ജെയിംസ് ക്ലിയർ എഴുതിയിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ബുക്കാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇത് മേടിക്കണം എന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇന്നത് കിട്ടിയായിരുന്നു, അങ്ങനെ ഞങ്ങൾ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുക്ക് ഞാൻ റീഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഞാനത് വായിച്ചതിന് ശേഷം എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബുക്ക് വായിച്ചിട്ടുള്ളവരാണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. യൂട്യൂബിൽ തന്നെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും റേറ്റ് ഈ ഒരു ബുക്കിന് 500 റുപ്പീസായിരുന്നു കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവർ പറഞ്ഞത് ഈ സെക്ഷനിലിരിക്കുന്ന ബുക്സിന് സെപ്പറേറ്റ് റേറ്റായിട്ട് കൊടുക്കണമെന്നാണ്. പേസ്റ്റ് ബോർഡ് കവറിനകത്ത് കൊടുക്കുന്ന ബുക്കിൽ ഇത് വരത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും ഞങ്ങളത് മേടിച്ചായിരുന്നു, കാരണം ഒരുപാട് ഗുണമുള്ളൊരു ബുക്കല്ലേ, അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മൂവിക്കും കൂടെ കയറി. കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിക്കാണ് പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അങ്ങനെ ഇവിടുത്തെ ഈ എക്സ്പോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.